ചെരുപ്പ് വാങ്ങാനെന്ന് പറഞ്ഞ് രാഹുൽ അതിജീവിതയിൽ നിന്ന് വാങ്ങിയത് 10,000 രൂപ വില കൂടിയ വാച്ചും പണവും. ചെരുപ്പ് വാങ്ങാൻ 10,000 റുപ്യ. പൊന്നാറിന്റെ മാങ്കൂട്ടം. ഒരു ചെരുപ്പ് വാങ്ങാൻ വരെ നിങ്ങൾ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ അതിജീവിതയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ 10,000 റുപ്യ നിങ്ങൾ ഇവിടെ വാങ്ങിയത്? ഒരു 500 റുപ്യ കൊടുത്താൽ 5 മാസത്തിന് ഇട്ട് നടക്കാൻ ഒരു ചെരുപ്പ്. ആ ചെരുപ്പ് നിങ്ങൾ 10,000 റുപ്യ കൊടുത്താണ് ചെരുപ്പ് വാങ്ങാന്ന് പറയുമ്പോൾ ആ ഒരു ചെരുപ്പ് കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, ഇന്നിപ്പോ നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. നിങ്ങൾ എന്നാണോ ആ കസ്റ്റഡിയിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്, ആ വരുന്ന അന്ന് ഈ പറഞ്ഞിട്ടുള്ള 10,000 റുപ്യ കൊടുത്തുകൊണ്ട് വാങ്ങിയിട്ടുള്ള ആ ചെരുപ്പും വില കൂടിയ ആ വാച്ചും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരേണ്ടി. അല്ല, ഇവര് പറഞ്ഞ കാര്യം സത്യമാണോ അല്ല എന്നുള്ളത് നമുക്കൊന്ന് ഇവിടെ അറിയണമല്ലോ. അത്രയും വില കൂടിയ ചെരുപ്പ് നിങ്ങൾ വാങ്ങിക്കണേ എന്നുണ്ടെങ്കിൽ ആ കട, ആ ചെരുപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതിന്റെ ബില്ല് ഇതൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ഇത് സാധനങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പുറത്തേക്ക് ഇവിടെ വിടണം. 10,000 റുപ്യ ചെരുപ്പ് ഞങ്ങൾ ഇതുവരെയായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. അല്ല, എനിക്ക് അകത്തൊന്നും ചോദിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് എന്താണ് ഇത്രയും വലിയ ആവേശം? രാത്രിക്ക് രാത്രി തന്നെ പേക്കാണ്ട് അറസ്റ്റ് ഇവിടെ ചെയ്യുക. വൗ, എന്താണിപ്പം ഇവരൊക്കെ ഇതിന്റെ ബാക്കില് എന്തിനാ ഇത്രയും ഒരു ധൃതി കൂട്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെക്കട്ട് ഇങ്ങനെ ഇട്ടാണ് ഇങ്ങനെ മാന്തണത്? ഇവിടെ ഒരു പുറത്തും കിട്ടണില്ലല്ലോ. കുറച്ച് ആയില്ല ചങ്ങായിമാരെ നിങ്ങൾ ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങിയിട്ട്. ഈ ചൊറിഞ്ഞത് ഒന്നും തന്നെ ഏൽക്കാഞ്ഞിട്ടാണോ? ഇപ്പൊ ചെരുപ്പ്, വാച്ച്, കടം മേടിച്ചു, ഭീഷണി, ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ ഇറക്കിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോ അവസാനം ഇത് കോടതിന്റെ ഉള്ളിൽ ഇവിടെ എത്തുമ്പോൾ ഇതും തൂറ്റിപ്പോവാനുള്ളതല്ലേ? എന്തായാലും ഈ ഒരു ഗവൺമെന്റിനെ ഇവിടെ സമ്മതിച്ചുപോയി. അല്ല, പരിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലം ശബരിമല. ആ ഒരു ശബരിമലയിലെ സ്വർണം വരെ കട്ടിട്ട് ആ കട്ട ആൾക്കാരെ പിടിച്ചാൻ വരെ ഇവർക്ക് എന്തില്ല, എത്രത്തോളം ഒരു ആവേശം, ആഹ്ലാദം, ഇതൊന്നും അവർക്കില്ല. ഇത്രയും വലിയൊരു അലാക്കിലെ ഒരു തമ്മാടിത്തരായിട്ടുള്ള ഒരു പോക്കിത്തരായിട്ടുള്ള ചെറ്റത്തര പരിപാടികളെ അവരവിടെ ചെയ്തിട്ട് അതൊന്നും ഇവർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അതൊക്കെ നിസ്സാരം. രാഹുൽ മാങ്കൂട്ടം ചെയ്താണെങ്കിലോ തീവ്രത കൂടിയത് ചെറ്റത്തരം. എന്തെല്ലാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കിലാണ് ഇപ്പൊ ഇവരെ എല്ലാവരും. അല്ല, സ്വർണം കട്ട ആൾക്കാരെ ബാക്കിലൊന്നല്ല. നിങ്ങൾ തള്ളിക്കോടി, ആവശ്യത്തിനൊക്കെ തള്ളിക്കോടി. എരിഞ്ചാതി തള്ളിങ്ങളോ ആരും ഇവിടെ തള്ളരുത്. കുറെയൊക്കെ നിങ്ങളെ കയ്യിൽ നിന്നിട്ടിക്കാണ്ടല്ലേ പറയണത്. ഈ 10,000 രൂപ ചെരുപ്പ് വാങ്ങി, വില കൂടിയ വാച്ച് വാങ്ങി, ഇതൊക്കെ അതിജീവിതക്കാരുടെ കയ്യിൽ നിന്ന് കണ്ട് പൈസ വാങ്ങി. അത്രയും ദാരിദ്ര്യം പിടിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് എനിക്ക് അവിടെ തോന്നുന്നില്ല. പക്ഷെ എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദ്യം, രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ അത്രത്തോളം ദരിദ്രനായിരുന്നോ? അത്രത്തോളം ദാരിദ്ര്യം പിടിച്ചത് കാരണം കൊണ്ടാണോ ഈ 10,000 ചെരുപ്പും ഈ വില കൂടിയ വാച്ചൊക്കെ വാങ്ങാൻ ഈ പാവപ്പെട്ട അതിജീവിതങ്ങളോട് വെക്കണം നിങ്ങളിവിടെ ചോദിച്ചത്? ആണോ? എന്തായാലും ഒന്നവിടെ പറഞ്ഞോളൂ, നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ആ ചെരുപ്പും വാച്ചൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരേണ്ടി. എല്ലാവരും ജനങ്ങൾക്കൊന്ന് കാണട്ടെ ഏതാണ് ആ ചെരുപ്പ്, ഏതാണ് ആ വാച്ച് എന്നല്ല. ഓക്കെ.